BV380 ഇനത്തിൽപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള മുട്ടക്കോഴികളാട്ടത്. നമ്മൾ ഈ ഗേജ് ഉണ്ടാക്കിയത് ഇതിൻ്റെ തീറ്റൊക്കെ ഇതിനെ തന്നെയാണ് ഇൻക്ലൂഡ് ആട്ടത്. ഈ തീറ്റൊക്കെ അതുപോലെ തന്നെ മുട്ട വരാനുള്ള പിന്നെ ഗേജാണിത്. തട്ട് അതുപോലെ തന്നെ നമുക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ഒക്കെ നമുക്കിതിൽ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ വെള്ളത്തിനായിട്ടൊരു ബോട്ടിൽ മുകളിൽ വെച്ചിട്ടുണ്ട്. ആ ബോട്ടിൽ നേരെ പൈപ്പ് ഇവരെ നേരെ പോയിട്ട് ഇതുവഴി എത്തും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് നമുക്ക് ബ്രേക്കർ ഉപയോഗിച്ച് താഴ്ത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് വെള്ളം അവിടെ വരില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞ ഉടനെ നമുക്ക് വെള്ളം കുറച്ച് കോഴികൾ കൊടുക്കാതിരിക്കാം. അപ്പോൾ ലൂസ് മോഷന് ഇല്ലാണ്ടിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സൗകര്യം ഞാൻ പറഞ്ഞില്ലേ, ഇതിലൂടെ പോയിട്ട് നേരെ അതിലൂടെ ഇതിലൂടെ തന്നെ വരും. ഒരു 40 കോഴികളാണ് ഇതിലുള്ളത്, ഈ ഹൈടെക് കോഴികളുള്ളത്. അതുപോലെ തന്നെ ആ മറുവശത്തുള്ള പരിപാടിയുണ്ട്. തീറ്റക്കുള്ളൊരു പാത്തി നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടൻ്റെ ട്രൈ. അതുപോലെ തന്നെ മെയിൻ കാര്യമാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. നമ്മൾ അടിഭാഗത്തുള്ള അപ്പി ക്ലീൻ ചെയ്യാനുള്ള ഒരു പാത്തി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നേരെ ഈ പാത്തിക്ക് വന്ന് പോകും. ഇപ്പോൾ അത് നേരെ അങ്ങോട്ട് പോയിട്ട് ആ വേസ്റ്റ് അവിടെ പോകും. എന്നും ഡെയിലി രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് പറ്റുമെങ്കിൽ 2 നേരം നമ്മൾ ക്ലീൻ ചെയ്യാൻ നന്നായിരിക്കും. ഓക്കെ, ഏറ്റവും പ്രധാനം വൃത്തിയാണ്. പിന്നെ ഫുഡ് ഒരു 110 ഗ്രാമെങ്കിലും ഫുഡ് കൊടുക്കുക. ഫുഡ് ഓവറാൻ പാടില്ല, കുറയാൻ പാടില്ല. നല്ല കെയർ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ വൃത്തിയാണ്. അതുപോലെ തന്നെ ഫുഡും മെയിനായിട്ട്. പിന്നെ നമ്മൾ ഇലകൾ അതൊക്കെ കൊടുക്കാൻ പല വീഡിയോസും ഇതിലൊക്കെ കാണുന്നുണ്ട് കൊടുക്കാൻ. പക്ഷെ നമ്മളൊന്നും അത് നമ്മൾ പെട്ടെന്നൊന്നും ഫുഡ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അത് സാവധാനം ചേഞ്ച് ചെയ്ത് നോക്കുക. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഈ തീറ്റ തന്നെ കൊടുത്താൽ മതിയാവും നമുക്ക് മുട്ട കിട്ടാൻ. ചില കോഴികൾക്ക് പറ്റില്ല, ഇതിൽപ്പെട്ട കോഴികൾക്ക് തന്നെ. നമ്മളിത് പരീക്ഷിച്ച് നോക്കിയിട്ട് നമ്മൾ ഒരാഴ്ചയായിട്ടുള്ളപ്പോൾ ഇത് വാങ്ങിയിട്ടിട്ട് ഇത് കൂട് വാങ്ങിയിട്ട് ഇതാണ് അതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം. മുകളിൽ സീറ്റും വെച്ചിട്ടുണ്ട്. ഒരു 5 കളിയാണ്, ഓരോ ഭാഗത്തും 5 കളിയൊക്കെ വെക്കുന്നത്. ആ 5 കളി, ഓരോ കളിയിൽ 4 അല്ലെങ്കിൽ 5 കോഴികളാണുള്ളത്. ഇതുപോലെ അപ്പോൾ ഈ ഭാഗത്തുണ്ട് 5 കളിയിൽ, ഓരോ കളിയിലും 5 കോഴികൾ, മാക്സിമം 5 കോഴികൾ മാത്രമേ ഉള്ളൂ. ഓക്കെ.